രോഗലക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ 100% മരണം ഉറപ്പുള്ള രോഗം. എയ്ഡ്സും ക്യാൻസറും ഒന്നുമല്ല. അതാണ് റാബീസ് അല്ലെങ്കിൽ പേവിഷബാധ. മലപ്പുറം ജില്ലയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിനിരയായ 5.5 വയസ്സുകാരി പേവിഷബാധ മൂലം മരണപ്പെട്ടിട്ട് 2 ദിവസമേ ആകുന്നുള്ളൂ. ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഓരോ വർഷവും കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന തെരുവ് നായ ആക്രമണങ്ങളെക്കുറിച്ചാണ്. 2017 1,35,000 ഡോഗ് ബൈറ്റ് കേസുകളും 8 റാബീസ് മരണങ്ങളും ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ 7 വർഷത്തിന് ശേഷം ഗവൺമെന്റിന്റെ തന്നെ കണക്ക് പ്രകാരം 2024 3,16,000 ഡോഗ് ബൈറ്റ് കേസുകളാണ് കേരളത്തിൽ ഉണ്ടായത്. 133% വർധന. റാബീസ് ഡെത്ത് 26 2024 ഏകദേശം 300% വർധന. 2024 കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം 22 ലക്ഷം ഡോഗ് ബൈറ്റ് കേസുകളാണ് ഇന്ത്യ ഒട്ടാകെ സംഭവിച്ചിട്ടുള്ളത്. അതിൽ 3.5 ലക്ഷത്തോളവും ഈ കൊച്ചു സംസ്ഥാനമായ കേരളത്തിലാണ് എന്ന് നാം തിരിച്ചറിയണം. അതുപോലെ ഇന്ത്യയിലൊട്ടാകെ 48 റാബീസ് ഡെത്തുകൾ സംഭവിച്ചപ്പോൾ അതിൽ 22ഉം നമ്മുടെ സംസ്ഥാനത്ത് നിന്നാണ്. നോക്കൂ, തെരുവ് നായ്ക്കളുടെ പ്രജനനം ഇവ പെരുകുന്നത് തടയാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഇവരെന്ത് ചെയ്തു? അതിനെക്കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യണം. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം നികുതി നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് ചോദിക്കാനുള്ളത് സർക്കാരിനോട് തന്നെയാണ്. കൊടിവെച്ച കാറുകളിലും വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളിലും ജീവിക്കുന്ന രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥ മേലാളന്മാർക്കുമൊന്നും തെരുവ് നായ ശല്യം വലിയ പ്രശ്നമാകാൻ സാധ്യതയില്ല. ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. കാൽനട യാത്രക്കാർ, സൈക്കിൾ യാത്രികർ, 2 വീലറിൽ യാത്ര ചെയ്യുന്നവർ, അതിനെല്ലാം അപ്പുറത്തേക്ക് സ്കൂളിലേക്കും മറ്റും നടന്നു പോകേണ്ടി വരുന്ന, സമൂഹത്തിൽ ആരും റെപ്രസെന്റ് ചെയ്യപ്പെടാത്ത ചെറിയ കുഞ്ഞുങ്ങൾ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് ഇരയാവുന്നത് ഈ ചെറിയ കുഞ്ഞുങ്ങളാണ്. അവർക്ക് വേണ്ടി ആര് സംസാരിക്കും? നമ്മൾ സംസാരിക്കണം. നമ്മുടെ ഗവൺമെന്റിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. തെരുവ് നായ ശല്യം നിയന്ത്രിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? രോഗലക്ഷണങ്ങൾ തുടങ്ങി പ്രിയപ്പെട്ടവരോടൊരു യാത്ര പോലും പറയാനാവാതെ നരകിച്ചു മരിക്കേണ്ടി വരുന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനിയെങ്കിലും ഈ വിഷയത്തിൽ കാര്യഗൗരവമായ ഇടപെടലുകൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നടത്തണം. ബൈ.